എനിക്കൊരു പരിഭ്രമവും ഇല്ല. പരസ്യമല്ല, ഫ്ലെക്സ് അടിച്ചു വെച്ചാലും പോയവരാരും തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ നിനക്കറിയാം? നീയാണോ അവരോടൊന്ന് മാറ്റിയത്? ഞാനോ? ഞാനൊന്നുമല്ല. പിന്നെ പിന്നെ ഇങ്ങനെ ഇത്ര ഉറപ്പിച്ച് നീ പറയുന്നേ അവര് വരില്ലാന്ന്? എടി, ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവില്ലേ വരാനുള്ളവരാണെങ്കിലേ ഇതിനു മുൻപേ വന്നേനെന്ന്. വന്നില്ലെങ്കിൽ എന്താ അതിനർത്ഥം? പോയവർക്ക് അതിന് പറ്റുന്ന സാഹചര്യം അല്ലെന്നല്ലേ? അപ്പൊ നിനക്കറിയാല്ലേ അവരെവിടെ ഉണ്ടെന്ന്? നിനക്ക് ഭ്രാന്ത. നീ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. അവർക്ക് എന്തേലും പറ്റിയ പൊന്നും മോളെ, അതിന് കാരണക്കാരായവരാരും പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. എന്നെ ഭീഷണിപ്പെടുത്തണ്ട. നിന്റെ ഭീഷണി എനിക്ക് ബാധകമല്ല. പിന്നെ ആർക്കാ ബാധകം? ശരത്തിനാ? സ്വന്തം വീട്ടിലല്ലേ താമസം, പോയി ചോദിക്കായിരുന്നില്ലേ? നിത്യയെ കൊന്നതാരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടൊന്ന് വീരവാദം മുഴക്കുന്നു. ആദ്യമേ ആ കേസ് തീർക്ക്, എന്നിട്ട് മതി ഇപ്പോഴത്തെ കേസ് പരിഗണിക്കുന്നത്. തീർക്കും. എല്ലാ കേസും ഒരുമിച്ച് തന്നെ തീർക്കും. ഇനി അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. തിന്മയുടെ ശക്തികളുണ്ടല്ലോ, അവരുടെ വേര് ഞാൻ ആർക്കും. ആ ലിസ്റ്റിൽ നീ പെടാതിരിക്കാൻ സൂക്ഷിച്ചോ. പെട്ടാ നിനക്കും പരമാവധി ശിക്ഷ ഞാൻ തരും. പേടിപ്പിക്കില്ലേ? എനിക്കൊരു പേടിയില്ല. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ ജീവിക്കുന്നത്. സിദ്ധുവേട്ടൻ പോയി, അതിലും വലിയ നഷ്ടമൊന്നും ഇനി വരാനില്ലല്ലോ. മരിക്കാനും കൊല്ലാനും തയ്യാറായിട്ട് തന്നെ ഞാനിപ്പോ നടക്കുന്നത്. വിഷ്ണു കൂടി ഒന്ന് ഇറങ്ങിക്കോട്ടെ. അടുത്തത് എന്തായിരിക്കും ഞാൻ അപ്പ പറയാം.